മീനാക്ഷി രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇതെന്തൊരാൾക്കാരാണ്! തണുപ്പത്ത് പോലും വീടിന്റെ പുറത്താണ് കിടന്നുറങ്ങുന്നത്. ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും ഈ തണുപ്പത്ത് പുറത്ത് കിടന്നുറങ്ങാൻ പാടില്ലാന്ന്? എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? മീനാക്ഷി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് നേരെ അടുക്കളയിൽ പോയി അടുപ്പ് കത്തിച്ച് പാചകവും തുടങ്ങി. ഹാവൂ, എന്തൊരാശ്വാസം! ഈ സ്റ്റൗവിന്റെ അടുത്ത് നിന്നും പോകാനേ തോന്നുന്നില്ല. അപ്പോൾ അവളുടെ അമ്മായിയമ്മ വിനീത എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, എല്ലാവർക്കും പുറത്ത് കിടന്നുറങ്ങിയത് നല്ല സുഖമായിരുന്നു അല്ലേ? തണുപ്പത്ത് പുറത്ത് കിടന്നുറങ്ങാൻ എന്ത് രസമാണ്! ആ സമയം കൊണ്ട് മീനാക്ഷി എല്ലാവർക്കുമുള്ള ചായ തയ്യാറാക്കി. അവൾ വിനിതയ്ക്ക് ചായ നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്നും ഈ തണുപ്പത്ത് ഇങ്ങനെ പുറത്തു കിടക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചിന്തുവും എഴുന്നേൽക്കുന്നു. എന്നിട്ടവൻ അമ്മയോടിങ്ങനെ പറഞ്ഞു, പുറത്ത് കിടക്കുന്നത് നല്ല രസമാണ്. രാവിലെ എഴുന്നേറ്റാൽ ഒരു ക്ഷീണവും തോന്നാറില്ല. നല്ല ഉഷാറാണ്. തനിയെ കണ്ണൊക്കെ തുറക്കുന്നു. ഇത് കേട്ട് മീനാക്ഷി ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ദൈവമേ? എന്റെ മകൻ ചിന്തുപോലും ഇവരെ പോലെ ആയി തീർന്നല്ലോ. ഞാൻ ഒറ്റയ്ക്കായി. അനിയന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ അവന്റെ ഭാര്യയെങ്കിലും എന്റെ കൂടെ നിന്നേനെ. അങ്ങനെ തണുപ്പ് കൂടിക്കൂടി വന്നു. ദീപകിന്റെ കല്യാണ ദിവസവും അടുത്തെത്തി. ജനുവരിയിൽ അനാമികയുമായി ദീപകിന്റെ കല്യാണം നടന്നു. ആദ്യ രാത്രിയിൽ അവർ അകത്തെ മുറിയിലാണ് കിടന്നത്. ബാക്കി എല്ലാവരും പുറത്തും. ഇത് കണ്ട് ദീപകിനോട് അനാമിക ഇങ്ങനെ ചോദിച്ചു, ദീപക്, ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ വീട്ടിൽ 4 മുറികളുണ്ടെങ്കിലും ബാക്കി എല്ലാവരും പുറത്താണല്ലോ കിടക്കുന്നത്. അതെന്തുകൊണ്ടാ? നമ്മൾ മാത്രം അകത്തും. പ്രൈവസി നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ഇത്രയും പ്രൈവസി എനിക്ക് വേണ്ട. അനാമിക, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ വീട്ടുകാർക്ക് തണുപ്പിൽ പുറത്ത് കിടക്കുന്നത് ഒരു ശീലമാണ്. നാളെ മുതൽ നമ്മളും പുറത്തായിരിക്കും കിടക്കുക. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് മുറിയിലല്ലേ കഴിയേണ്ടത്? നിങ്ങൾ പുറത്തു കിടക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. കൊള്ളാം, നിങ്ങൾ അമ്മയോട് എന്തു പറയുന്നുവെന്ന് എനിക്കറിയണ്ട. ഞാൻ വീടിനകത്തേ കിടക്കുകയുള്ളൂ. ഇത് കേട്ട് ദീപക് ചിന്താമഗ്നനായി. എന്തു ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും രാവിലെ പ്രാതൽ കഴിക്കുന്ന സമയത്ത് ദീപക് അവന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും അകത്ത് തന്നെ കിടന്നാൽ പോരെ? ഇപ്പോൾ ഭയങ്കര തണുപ്പും തുടങ്ങിയിരിക്കുന്നു. ഈ തണുപ്പത്ത് പുറത്തു കിടന്നാൽ ചിന്തുവിന് അസുഖം വരാനും സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ ഇതെല്ലാം? അകത്ത് കിടക്കണോ പുറത്തു കിടക്കണോ എന്ന്? നമ്മുടെ വീട്ടുകാർ കാലങ്ങളായി ചൂടായിരുന്നാലും തണുപ്പായിരുന്നാലും പുറത്താണ് കിടന്നു വരുന്നത്. എന്റെ വീട്ടിൽ എല്ലാവരും പുറത്തേ കിടക്കൂ. ഇങ്ങനെ പറഞ്ഞ് വിനീത അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. വിനീതയുടെ മനസ്സ് എങ്ങനെ മാറ്റണമെന്ന് അപ്പോൾ ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. മീനാക്ഷിയും അനാമികയും അടുക്കളയിൽ പാചകം ചെയ്ത് നിൽക്കുകയായിരുന്നു. ചേട്ടത്തി, ഇത്രയും കാലം തണുപ്പത്ത് പുറത്തു കിടന്ന് നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ കല്യാണം ഇപ്പോ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എനിക്ക് കൂടുതൽ നേരവും എന്റെ ഭർത്താവിനോടൊത്ത് ചെലവഴിക്കണം. പുറത്താണ് കിടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എങ്ങനെ ഇരിക്കും? എനിക്ക് നിന്റെ അവസ്ഥ നന്നായി മനസ്സിലാകും അനാമികെ. തുടക്കത്തിൽ അനിയൻ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വലിയ ദേഷ്യമാണ് തോന്നിയത്. എല്ലാവരെയും എതിർത്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നി. പിന്നീട് ആ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിന് മുഴുവനും നല്ലതു വരുന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ അമ്മയെ വീടിനുള്ളിൽ കിടത്തുന്നതിന് എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. എങ്കിലും അമ്മ അത് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നടക്കുകയാണെങ്കിൽ അതിൽ കവിഞ്ഞ് സന്തോഷമുള്ള വേറൊരു കാര്യവുമില്ല. എന്താണ് ആ വിദ്യ? അപ്പോൾ അനാമിക മീനാക്ഷിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അത് കേട്ട് മീനാക്ഷി ചിരിച്ചു. അടുത്ത ദിവസം അനാമികയും മീനാക്ഷിയും ഒരു കല്യാണത്തിന് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞു. മോളെ, പക്ഷേ നീ കല്യാണത്തിന് പോകുന്ന കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. പെട്ടെന്നൊരു കല്യാണം എവിടെ നിന്ന് വന്നു? എന്റെ നാട്ടിലെ കൂട്ടുകാരിയുടെ കല്യാണമാണമ്മേ. തനിച്ചു പോകുന്നതിനേക്കാൾ എല്ലാവരെയും കൂട്ടി പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ചിന്തുവിനെ അമ്മ നോക്കിക്കൊള്ളുവെന്ന് കരുതി. അമ്മയ്ക്ക് അതിന് സാധിക്കും. ഇത്രയും കാലം അമ്മ നന്നായി വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയില്ലേ? തന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ട് വിനീതയ്ക്കും സന്തോഷമായി. ഓ, വീട് നോക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ചിന്തുവും നല്ല കുട്ടിയല്ലേ? നിങ്ങൾ സന്തോഷമായി പോയിട്ട് വരൂ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മീനാക്ഷിയും അനാമികയും കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങൾക്കായി പോയി. അവരുടെ ഭർത്താക്കന്മാരുമായി അവർ കല്യാണത്തിന് പോയി. രാത്രി വിനീത ചിന്തുവുമായി പുറത്ത് കിടക്കുകയായിരുന്നു. ചിന്തു കുട്ടിയായിരുന്നതുകൊണ്ട് അവൻ പെട്ടെന്നുറങ്ങിപ്പോയി. എന്നാൽ വിനീതയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല.
പെട്ടെന്ന് അനാമികയും മീനാക്ഷിയും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം കൊള്ളക്കാരുടെ വേഷവും ധരിച്ച് അവിടെ എത്തി. മീനാക്ഷി ശബ്ദം മാറ്റി ഇങ്ങനെ പറഞ്ഞു: ഈ കിഴവി നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഇവർക്കെന്താ ഭ്രാന്താണോ? വീടിനകത്ത് കിടക്കാതെ പുറത്തു കിടന്നുറങ്ങാൻ. വരൂ, നമുക്ക് വീട്ടിൽ കയറി കൊള്ളയടിച്ചിട്ട് വേഗം പോകാം. ഗ്രാമത്തിലെ മറ്റു വീട്ടുകാരൊക്കെ എത്ര ബുദ്ധിമാന്മാരാണ്. അവർ വീടൊക്കെ ഭദ്രമായി അടച്ചുപൂട്ടി അകത്തല്ലേ കിടന്നുറങ്ങുന്നത്. അവർക്ക് അവരുടെ ജീവൻ തന്നെയാണ് വലുത്. ഇവരെ കണ്ടില്ലേ? കഷ്ടം. നമുക്ക് വീടിനകത്തേക്ക് കയറാം. ഇവരെങ്ങാനും ഉണരുകയാണെങ്കിൽ അപ്പോൾ തന്നെ കൊന്നേക്കാം. വിനീത ഇതെല്ലാം പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ വെളിയിൽ കിടന്നത് എത്ര വലിയ അബദ്ധമായി പോയി. ഇപ്പോൾ ശബ്ദമുണ്ടാക്കാതെ ചിന്തുവിനെയും കൂട്ടി ഈ പുതപ്പിനടിയിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. അവർ അങ്ങനെ കിടക്കുമ്പോൾ അനാമിക പറഞ്ഞു: ഗ്രാമവാസികൾ ഉണർന്നെന്ന് തോന്നുന്നു. പിന്നീട് എപ്പോഴെങ്കിലും വരാം. ഇവരെല്ലാം വീടിന് പുറത്തല്ലേ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും മറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവർ വേഷമൊക്കെ മാറി തിരികെ വന്നു. അവരെ കണ്ടപ്പോൾ വിനീത എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു: എനിക്കിപ്പോ മനസ്സിലായി നമ്മൾ വീടിന് പുറത്ത് കിടന്നുറങ്ങാൻ പാടില്ല എന്ന്. പണ്ടത്തെ കാലത്ത് എല്ലാവരും പുറത്ത് കിടന്നുറങ്ങിയിരുന്നതിന്റെ കാരണം അന്ന് കറണ്ടും വെള്ളവും ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടാണ്. ഇപ്പോ എല്ലാ സൗകര്യങ്ങളും വീടിനകത്തുള്ളപ്പോ വെളിയിൽ കിടന്നുറങ്ങുന്നത് എന്തിനാണ്? വിനീതയ്ക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പുറത്തു കിടന്നുറങ്ങണമെന്ന നിർബന്ധം അവർ ഉപേക്ഷിച്ചു. അങ്ങനെ മീനാക്ഷിയും അനാമികയും അവരവരുടെ ഭർത്താക്കന്മാരോടൊപ്പം സുഖമായി വീടിനകത്ത് കിടക്കുവാൻ തുടങ്ങി.